ഇന്ന് നമ്മൾ ഈ കാണുന്ന ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സാധാ നൈറ്റി തുണിയാണ്. അപ്പോൾ നൈറ്റി തുണി നമ്മൾ 320 മീറ്ററാണ് വരുന്നത്. അപ്പോൾ ഈ തുണി നമ്മൾ 4ആയിട്ട് ആദ്യമേ ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആദ്യം ഒരു 8.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. പിന്നെ താഴോട്ട് ഒരു 13 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. ഇത് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച തുണിയാണ്. എന്നിട്ട് നമ്മൾ ഈ 13 ഇഞ്ചസ് താഴോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തിട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ഡ്രസ്സിൻ്റെ ഷോൾഡർ പാർട്ട് എന്ന് പറയുന്നത് സ്ലീവിൽ തന്നെ വരുന്നത് കൊണ്ട് നമ്മളിത് ഇവിടെ അതായത് ടോപ്പ് പാർട്ട് മാത്രമായിട്ടാണ് നമ്മൾ വെട്ടുന്നത്. അതായത് നമ്മൾ ആക്സില പാർട്ട് നമ്മൾ പാൻറ്റൊക്കെ കെട്ടുന്നതിൻ്റെ തൊട്ട് മേലെ വരെയുള്ള ഭാഗമാണ് നമ്മൾ ഈ 13 ഇഞ്ചസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ വരുന്നത്. പിന്നെ അപ്പർ പോർഷൻ, അതായത് കോർസെറ്റിൻ്റെ, അതായത് നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ നടുക്കുള്ള പോർഷൻ കുറച്ചൊരു ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഹാർട്ട് ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കോർണറിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴോട്ട് വെച്ചിട്ട് പിന്നെ ഇത് ഈ ഹാർട്ട് ഷേപ്പ് വരച്ചാൽ മതി. ഇല്ല ഇത്ര ഇറക്കോ ആവശ്യമില്ലെങ്കിൽ ആ 2 ഇഞ്ച് എന്നുള്ളത് 1.5 ഇഞ്ച് ആക്കാം. എന്നിട്ട് നമ്മൾ ഈ തുണി ഈ ബാക്കി നൈറ്റി പീസിൻ്റെ ഒരു നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക സൈഡിൽ കൂടെ. എന്നിട്ട് ഇത് കൈയിൻ്റെ പോർഷനാണ്, അതായത് സ്ലീവ് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മേലോട്ടേക്ക് ഒരു 10 ഇഞ്ചസും പിന്നെ താഴോട്ടേക്ക് ഒരു 20 ഇഞ്ചസുമാണ്. വളവോ തിരിവോ ഒന്നുമില്ല. 4ആയിട്ട് ഡിവൈഡ് ചെയ്തു, 10 ഇഞ്ചസ് 20 ഇഞ്ചസ് മാർക്ക് ചെയ്തു. പിന്നെ ഈ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത പീസില്ലേ, അതിൻ്റെ മേളിൽ കൂടെ വെച്ച് തയ്ച്ച തുണി വന്നിട്ട് നമ്മൾ സൈഡിൽ ഒന്നും കൂടെ മടക്കി തയ്ക്കുക. അതിനെ മടക്കി തയ്ച്ചിട്ട് അത് പിന്നെ നമ്മൾ തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ചിട്ട് അതൊന്ന് ഹെമ്മ് ചെയ്യണം. സാധാ ബ്ലൗസൊക്കെ ഹെം ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ ഹെം ചെയ്താൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. സോ ഈ തുണീൻ്റെ ഹാർട്ട് ഷേപ്പിലേക്ക്, അതായത് സൈഡിൽ നിന്ന് ഹാർട്ട് ഷേപ്പിലോട്ട് ഒരു 5 ഇഞ്ചസ് മാർക്ക് ചെയ്യുക. അതായത് ഈ കോർസെറ്റില്ലേ, ഈ ചെസ്റ്റ് പോർഷൻ, അവിടെ നിന്ന് നമ്മൾ ഈ 4 സൈഡിലും, അതായത് മുമ്പിൽ 2 ഓരത്തും ബാക്കിൽ 2 ഓരത്തും ഇതേപോലെ സൈഡിൽ നിന്ന് 5 ഇഞ്ചസ് വരത്തക്ക രീതിയിൽ മാർക്ക് ചെയ്യുക. ഈ മാർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മൾ കൂട്ടി തയ്ക്കുന്നത്. അതായത് അവിടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഈ സ്ലീവ് എന്നുള്ളത്. കാരണം ഇതിൽ ഷോൾഡർ ജോയിൻ്റ് ഇല്ലല്ലോ. അതായത് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ ഒരു ഓരത്ത് നമ്മൾ ഒരു 2 ഇഞ്ച് മടക്കിയിട്ട് ഇതേപോലെ തയ്ച്ച് വെക്കുക. അതേപോലെ അപ്പുറത്തെ സൈഡിലും ഒരു 4 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ തയ്ക്കുക. ഇത് സ്ലീവിൻ്റെ പോർഷനാണ്. ഇതിലാണ് നമ്മൾ എലാസ്റ്റിക് ഇടുന്നത്. അതായത് നമ്മൾ റിസ്റ്റിൻ്റെ അവിടെ ഈ സ്ലീവ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ വരും. അതായത് നമ്മളിപ്പോൾ 20 ഇഞ്ചസ് ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മടക്കിയൊക്കെ തയ്ക്കുമ്പോൾ കഴിയുമ്പോൾ കറക്റ്റ് കൈയിൻ്റെ അളവിന് എത്തും. നമ്മൾ 2 ഇഞ്ച് മടക്കി തയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം ഒരു 4.5 ഇഞ്ച് ആ തുണിയിൽ അങ്ങനെ പോവും. അതായത് നമ്മൾ സൈഡിൽ ഒരു ചെറിയൊരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടിയാണ് മടക്കി തയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു വള്ളി, അതായത് അറൗണ്ട് 7 ഇഞ്ചസാണ് കറക്റ്റായിട്ട് വരിക. അപ്പം നിങ്ങൾക്ക് ഇത്ര ഇറക്കം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് 6.5 ഇഞ്ചസൊക്കെ എടുക്കാം. സോ ആദ്യം ഒന്ന് 7 ഇഞ്ചസ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അത് കൂടുതലാണെങ്കിൽ, കഴുത്തിൻ്റെ ഇറക്കം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇനിയും കുറയ്ക്കാവുന്നതാണ്. അപ്പം ഞാനൊരു സ്ട്രിപ്പ്, ഒരു 2 ഇഞ്ച് സ്ട്രിപ്പ് എടുത്തിട്ട് ഞാൻ 2ആക്കി മടക്കിയിട്ട് സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എലാസ്റ്റിക് വേണമെങ്കിൽ വെക്കാം. പക്ഷേ നമ്മൾ 2-3 തവണ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എലാസ്റ്റിസിറ്റി ഒക്കെ പോകും. പിന്നെ അത് കഴുത്ത് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തുണി ഇടുന്നത്. സോ തുണി ഇതിൽ നമ്മൾ ആ വള്ളിയുടെ സൈസ്, അതായത് നമ്മൾ ഈ പിക്ചർ, ഞാൻ കണ്ട റെഫറൻസ് പിക്ചറിൽ സൈഡിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ചുരുക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ 1/4 ഇഞ്ചിന് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മടക്കി തയ്ച്ച് വെച്ച തുണി അതിൽ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓരെന്ന് പറയുന്നത് ഇതിനേക്കാളും നല്ല പകുതി, ഒരു 3/4 ഇഞ്ചേ ആ ഒരു വള്ളി വരുന്നുള്ളൂ. സോ നമുക്ക് ഉള്ളിലേക്ക് ഇടുമ്പോൾ ചുരുക്കായിട്ട് ഒരു എലാസ്റ്റിക് എഫക്റ്റ് വരും. മാത്രമല്ല എലാസ്റ്റിനേക്കാളും കുറച്ചൊരു കൂടുതലായിട്ട് കാലം നിൽക്കുകയും ചെയ്യും.
സ്ലീവിൻ്റെ പോർഷൻ നമ്മളിങ്ങനെ 2 ഇഞ്ച് മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പായിട്ട് കിട്ടും. ഇതാണ് ഈ സ്ലീവിൻ്റെ പോർഷൻ, അതായത് റിസ്റ്റിൻ്റെ പോർഷനാണിത്. ഇതിൽ നമ്മൾ ഇലാസ്റ്റിക് കയറ്റുമ്പോൾ അത് കറക്റ്റായിരിക്കും. സ്ലീവ് അതായത് റിസ്റ്റിൻ്റെ പാട്ടിൽ നമ്മൾ ഇലാസ്റ്റിക് തന്നെ ഉപയോഗിക്കണം. കാരണം നമ്മൾ കൈ മേലോട്ടേക്കും താഴോട്ടേക്കും ഇറക്കി കയറ്റുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും ബെറ്റർ. ഇതാണ് ഈ വള്ളി നമ്മൾ തയ്ച്ച് വെക്കണത്. സോ അതിൻ്റെ ഫൂട്ടേജ് ഞാൻ അതിൽ കാണിച്ചില്ല. അപ്പം ഇതാണ് നമ്മൾ ആ വള്ളി തയ്ക്കുന്നത്. സോ ഇത് അറൗണ്ട് 6 to 7 ഇഞ്ചസ് വരും. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സൈഡിലെ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നോർമൽ കുർത്തി പോലെ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് അല്ല ചെയ്യുന്നത്. ഞാനീ പറഞ്ഞില്ലേ വള്ളി ഇടുന്ന പോർഷൻ, ആ വള്ളി ഇടുന്ന പോർഷൻ്റെ ആ താഴോട്ടുള്ള ആ ഭാഗമല്ലേ, അതായത് നമ്മൾ മടക്കി തയ്ക്കാത്ത ആ ഒരു വിഡ്ത്തിൻ്റെ ആ ഭാഗം നമ്മൾ 5 ഇഞ്ചസ് ആ സൈഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ഇപ്പുറത്തെ വശത്ത് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ബാക്കിയുള്ള മറ്റേ തുണിയിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരുമിച്ച് കൂട്ടി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ ഇലാസ്റ്റിക് ഇടുന്ന പോർഷനാണ് ഇതിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതേപോലെ ഇലാസ്റ്റിക്കും ഇടുക, അതേപോലെ ആ തയ്ച്ച് വെച്ചിരിക്കുന്ന വള്ളിയും ഇട്ടിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടോ ഒന്ന് സെക്യൂറാക്കി വെക്കുക. സോ ഇതേപോലെ നമ്മൾ ഈ 5 ഇഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ലീവ് അതിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ 2 വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ 5 ഇഞ്ചസ് ആയല്ലോ. അപ്പോൾ ആ വള്ളിയിട്ട പോർഷനിൽ ഇങ്ങോട്ടേക്കും വള്ളിയിട്ട പോർഷനിൽ അങ്ങോട്ടേക്കും നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ വൃത്തി ഉണ്ടെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും പിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ഇടാം. പിന്നെ നമ്മൾ സ്കേർട്ട് പാർട്ടാണ്. സ്കേർട്ട് ലെങ്ത്ത് 33 ഇഞ്ചസ്, സ്കേർട്ട് വിഡ്ത്ത് വന്നത് 66 ഇഞ്ചസാണ്. ഞാനിത് ഇങ്ങനെ അളവെടുക്കാനൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെച്ച് നോക്കിയാലും മതി. അതിന് നമ്മൾ ഇതിൻ്റെ അപ്പർ പോർഷനായിട്ട് ഈ താഴത്തേക്കുള്ള പ്ലീറ്റ് ഇങ്ങനെ ചുരുക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഈ താഴത്തെ പാർട്ട്, അതായത് നമ്മൾ സ്കേർട്ട് ഈ തുന്നി കഴിഞ്ഞതിൻ്റെ പിൻ ചെയ്തല്ലോ, അത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലൊരു 2 ഇഞ്ചിന് മടക്കി തയ്ക്കുക. അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ്. ഇച്ചിരി ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ഈ സ്ലീവ് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ നെക്ക് ഞാനീ പറഞ്ഞ പോലെ ഞാനിതിൽ 7 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത്. സോ ആക്ച്വലി നിങ്ങൾക്ക് ഇത്ര കഴുത്ത് ഇറക്കം വേണ്ടെങ്കിൽ 6 ഇഞ്ചസ് എടുക്കാം. ഇങ്ങനെ കാണുമ്പോൾ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുനിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇത്ര ഹാർട്ട് ഷേപ്പ് വേണ്ടെങ്കിൽ ഹാർട്ട് ഷേപ്പിൻ്റെ ഇറക്കം കുറയ്ക്കാം. ഞാനവിടെ 2 ഇഞ്ചാണല്ലോ, 2 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ 1 ഇഞ്ചിൽ എടുത്താൽ കറക്റ്റായിരിക്കും. പക്ഷേ ഹാർട്ട് ഷേപ്പിൻ്റെ ഷേപ്പ് കാണൂല. അപ്പോൾ വീഡിയോയുടെ അവസാനത്തിലെത്തി. എനിക്കിത് മോഡലൊന്നും ചെയ്യാൻ അറിയില്ല. പിന്നെ ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ഇത് സമ്മറിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഡ്രസ്സായിരിക്കും. പക്ഷേ വിൻ്ററിൽ നമുക്ക് കൂടെ എന്തെങ്കിലും ഷ്രഗോ അങ്ങനെ എന്തെങ്കിലും ഇടേണ്ടി വരും. പിന്നെ നമുക്ക് ഈ ഒരു നെയ്റ്റി മെറ്റീരിയൽ നമുക്ക് ഷോപ്പിൽ നിന്ന് കാണുമ്പോൾ ഇത്ര ഭംഗി, അതായത് ഇത്ര ഡിസൈനായിട്ട് ചെയ്യാൻ ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല, ഇത്രയൊക്കെ ചെയ്യാൻ നമുക്ക് തോന്നൂല. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നോർമൽ നൈറ്റി തുണിയായിട്ടാണല്ലോ അവർ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതല്ലാണ്ട് നമുക്ക് ഇതേപോലെ ഡിസൈനൊക്കെ ചെയ്ത് ഇടാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില അപാകതകളൊക്കെ ആദ്യമൊക്കെ ഉണ്ടാവും. ഞാനീ പറഞ്ഞ പോലെ ഇതിപ്പോൾ കഴുത്ത് കുറച്ച് ലോ ആണ്. അപ്പോൾ ഞാനത് സ്റ്റിച്ചിങ് ചെയ്യുന്നതിൽ വോയിസ് ഓവറിൽ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു തുണി വാങ്ങിയിട്ട് അങ്ങനെ ഇടുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്ക് സ്വന്തമായിട്ട് ഇടുമ്പോൾ ഒരു സന്തോഷം കിട്ടും. അതിപ്പോൾ പൈസയുടെ അല്ല, എന്തോ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഇടുന്ന പോലെ ഉണ്ടാവും. പിന്നെ ഞാൻ പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇത് യൂട്യൂബ് ചാനലൊക്കെ കണ്ട് തന്നെയാണ് ഇത് ഞാൻ ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലിടുക. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.